എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ഒന്നും പോയി പറയുന്നത് ഇയാൾക്ക് ഇടപെട്ടിട്ട് തരില്ലുണ്ടായിരുന്നു. അയാളോട് ഒന്നും സംസാരിക്കാൻ പോണ്ട, ബാരക്ക് അയാൾ അറിയണ്ട. കാര്യം കഴുത പറഞ്ഞാലും കേൾക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യ. കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തെല്ലുന്ന കാലാണ് നിനക്ക് അറിഞ്ഞൂടെ? വേറെ വീട്ടിൽ പോകുന്നു, നിങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു, പിറ്റേ ദിവസം ഭാഷ വിളിക്കുന്നു, ശ്രീശനെ വിളിക്കുന്നു, അതെല്ലാം അവിടുന്ന് നടക്കും. പക്ഷേ ഇതിൽ നടക്കുവോ പ്രസിഡന്റ്? എന്ത് ചോദ്യ കൊച്ചുകൃഷ്ണ ഇത്? എന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്വാധീനം വെച്ച് നിനക്ക് മൃഗശാലയിൽ ജിറാഫിന് തീറ്റ കൊടുക്കുന്ന പണി വരെ മേടിച്ചാൽ എനിക്ക് പറ്റും. നമ്മുടെ പ്രശ്നത്തിലേ ഉള്ളൂ. മാഷയുടെ കയ്യിൽ ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടൻ എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ കിട്ടാനാണ്, കാരണം പുണ്യപ്രവൃത്തി ചെയ്യാനല്ല. അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഭാനുമതി. അല്ല, അത് നമുക്ക് കുഴപ്പമില്ല, അത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അതിന് ഒരു 25 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ചു പഠിച്ചിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്പെക്ടർ ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ജലസേചനം ജനസേവനം ജനസേവനം. അപ്പൊ ഞാൻ എനിക്ക് ഈ കഥകളില്ല, എല്ലാ കാര്യം ഓപ്പണായിട്ട് പറയേണ്ട കാര്യമുള്ളൂ. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ആത്മാർത്ഥമായിട്ട് പറയാം, ഞാനൊന്നും പറഞ്ഞു. ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകള് പറയല ഇവന്റെയൊക്കെ ഹോബി. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളെ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത് കുടുംബത്തെ കയറ്റാൻ കൊള്ളൂല്ലേ അവനെ? ശോഭ മരിയ എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഇപ്പൊ കേക്ക് സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ആവശ്യം തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. എനിക്ക് അവരുടെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല, ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് ഈ ഇലക്ഷൻ എന്തോ തകരാറുണ്ട്. അതായത് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞില്ല, നിന്നെ ഞാൻ കോടതി ഞാൻ കേട്ടുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ എടുത്തിയാ, കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും, ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണല്ലോ പെണ്ടി. എന്നെ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ആലപ്പുഴ എന്നുള്ള കാറിലല്ലേ അവള് വന്നത്? എവിടെ എന്റെ നമ്പർ ഞാൻ അയച്ചുതരാം. നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.